നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ ഞെള്ളൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയം വർണ്ണാഭമായി. കൊടകരയിൽ ക്ഷേത്രത്തിൽ ഇലക്ട്രിക്കൽ ജോലിക്കിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. കൊല്ലത്ത് നിന്ന് കാണാതായ യുവതിയെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കണ്ടെത്തി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി വനജ ദിവാകരനെ തെരഞ്ഞെടുത്തു. മോട്ടോർ ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ മോഷ്ടിച്ചെടുത്ത ബൈക്കുമായി കൊരട്ടി പോലീസ് പിടികൂടി. സാഹിത്യകാരൻ ശങ്കരപ്പണിക്കർ തുളസീദാസ് എഴുതിയ മലയാള നോവൽ, കഥ, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന 30 പുസ്തകങ്ങളുടെ പ്രകാശനം തൃശൂരിൽ നടന്നു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സെയിന്റ് ആന്റണീസ് LP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടത്തി. വിശദമായ വാർത്തയിലേക്ക്. പ്രസിദ്ധമായ ഞെള്ളൂര് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയം വർണ്ണാഭമായി. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കുനിശ്ശേരി അനിയന്മാരാരുടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് 22 ദേശങ്ങളിൽ നിന്നും വർണ്ണക്കാവടികൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. ഉച്ചതിരിഞ്ഞ് കേളത്ത് സുന്ദരന്മാരാരുടെ പാണ്ടിമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ച ശീവേലി നടന്നു. എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. വൈകിട്ട് നാദസ്വര കച്ചേരി, ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേടത്ത് വിഷ്ണു ഭട്ടതിരിപ്പാട്, മേൽശാന്തി ശശിധരൻ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ വിമൽ കൊരട്ടിക്കാടൻ, സ്വാതി കുമാർ ചാത്തപ്പായി, അനൂപ് മണപ്പെട്ടി, സുനിൽ അക്കരക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. കൊടകരയിൽ ക്ഷേത്രത്തിൽ ഇലക്ട്രിക്കൽ ജോലിക്കിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു.
മറ്റത്തൂർ വീട്ടിച്ചുവട് തെക്കോട്ട് വീട്ടിൽ 46 വയസ്സുള്ള സലീഷാണ് മരിച്ചത്. കൊടകര തിരുത്തൂർ ക്ഷേത്രത്തിൽ ഇലക്ട്രിക്കൽ ജോലിക്കിടയിലാണ് ഷോക്കേറ്റത്. ഉടൻ തന്നെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊല്ലത്ത് നിന്ന് കാണാതായ യുവതിയെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കണ്ടെത്തി. കഴിഞ്ഞ 18-ാം തീയതി മുതൽ വീട്ടിൽ നിന്ന് കാണാതായ ഐശ്വര്യ എന്ന യുവതിയെ കാണാനില്ലെന്ന് കാണിച്ച് എല്ലായിടത്തേക്കും മെസ്സേജുകൾ കൈമാറിയിരുന്നു. കൊരട്ടി പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് ധ്യാന കേന്ദ്രത്തിലെത്തി നടത്തിയ അന്വേഷണത്തിൽ ധ്യാനം കൂടിയിരുന്ന യുവതിയെ കണ്ടെത്തുവാൻ സാധിച്ചു. കൊല്ലത്ത് നിന്ന് കരുനാഗപ്പള്ളി പോലീസും യുവതിയുടെ വീട്ടുകാരും കൊരട്ടി പോലീസ് സ്റ്റേഷനിലെത്തി യുവതിയെ കൊണ്ടുപോയി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി വനജ ദിവാകരനെ തെരഞ്ഞെടുത്തു. UDF ഭരിക്കുന്ന ഇവിടെ UDF സ്ഥാനാർത്ഥി വനജ ദിവാകരന് 8 വോട്ടും LDF സ്ഥാനാർത്ഥി സിന്ധു രവിക്ക് 5 വോട്ടുകളും ലഭിച്ചു. പാർട്ടി ധാരണയനുസരിച്ച് വൈസ് പ്രസിഡന്റായിരുന്ന ലീന ഡേവിസ് രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. മുരിങ്ങൂർ ഡിവിഷൻ മെമ്പറാണ് വനജ ദിവാകരൻ. ജില്ലാ സപ്ലൈ ഓഫീസർ TK ബേബി സിറാജ് ആയിരുന്നു വരണാധികാരി. ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിലിന്റെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് വനജ ദിവാകരൻ അധികാരമേറ്റു. പുതിയതായി ചുമതലയേറ്റ വനജ ദിവാകരനെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK ജേക്കബ്, CV ആന്റണി, ലീന ഡേവിസ്, അഡ്വക്കേറ്റ് ലിജോ ജോൺ, ഷാന്റി ജോസഫ്, PP പോളി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ VO പൈലപ്പൻ, MT ഡേവിസ്, ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു തുടങ്ങിയവർ ഓഫീസിലെത്തി ഷോൾ അണിയിച്ച് അനുമോദിച്ചു. മോട്ടോർ ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ മോഷ്ടിച്ചെടുത്ത ബൈക്കുമായി കൊരട്ടി പോലീസ് പിടികൂടി. മേലൂർ ശാന്തിപുരം നിലപ്പന വീട്ടിൽ ലിബിനാണ് പിടിയിലായത്. ചാലക്കുടി, കൊരട്ടി, അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുമെല്ലാം പാർക്ക് ചെയ്തിരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചിരുന്നതായി പ്രതി പോലീസിനോട് പറഞ്ഞു. മോഷ്ടിച്ച ശേഷം വാഹനങ്ങൾ പൊളിച്ച് ആക്രിക്കടയിൽ വിൽപ്പന നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മേലൂരിൽ വെച്ച് SHO അമൃതരംഗന്റെ നേതൃത്വത്തിൽ നൈറ്റ് പെട്രോളിംഗ് നടത്തുമ്പോൾ നമ്പർ പ്ലേറ്റില്ലാത്ത ബൈക്കിൽ വരുന്നത് കണ്ട് സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ചാലക്കുടി സൗത്തിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കാണ് പ്രതി പിടികൂടുമ്പോൾ ഓടിച്ചിരുന്നത്. പ്രതിയെക്കൊണ്ട് വാഹനങ്ങൾ പൊളിച്ചുവിറ്റ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിവിധ കേസുകളിൽ പ്രതി കൂടിയാണെന്നും പറയപ്പെടുന്നു. SHO അമൃതരംഗൻ, SIമാരായ OG ഷാജു, CP ഷിബു, റെജിമോൻ NS, KA ജോയ്, ASI നാഗേഷ് KC, സീനിയർ CPOമാരായ സജീഷ് കുമാർ, ശ്യാം ആന്റണി, ഉണ്ണികൃഷ്ണൻ, CPOമാരായ ജോയ്, മണിക്കുട്ടൻ, ഹോംഗാർഡ് ജോയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. സാഹിത്യകാരൻ ശങ്കരപ്പണിക്കർ തുളസീദാസ് എഴുതിയ മലയാള നോവൽ, കഥ, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന 31 പുസ്തകങ്ങളുടെ പ്രകാശനം തൃശൂരിൽ നടന്നു. തൃശൂർ പ്രസ് ക്ലബ് MR നായർ ഹാളിൽ തൃശൂർ സാംസ്കാരിക അക്കാദമി സംഘടിപ്പിച്ച സാഹിത്യ സദസ്സിലായിരുന്നു പ്രകാശനം. സാഹിത്യകാരൻ വൈശാഖൻ ആദ്യ പുസ്തക പ്രകാശനം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതത്തിന്റെ അർത്ഥതലങ്ങളുടെ ആഴമുള്ള രചനകളാണ് ഉണ്ടാകേണ്ടതെന്ന് വൈശാഖൻ അഭിപ്രായപ്പെട്ടു. പഴയ അടി തട സിനിമ പോലെ പുസ്തക പ്രസാധനം മാറുന്നത് അപകടകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാംസ്കാരിക അക്കാദമി പ്രസിഡന്റ് അഡ്വക്കേറ്റ് AD ബെന്നി അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് VR സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മോഹൻദാസ് പാറപ്പുറത്ത്, രാജൻ ഏലവത്തൂർ, ശങ്കരപ്പണിക്കർ തുളസീദാസ്, TS രവീന്ദ്രൻ, KG ജയപ്രകാശ്, മാധവിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു. 31 പുസ്തകങ്ങൾ 31 സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരാണ് പ്രകാശിപ്പിച്ചത്. തുളസീദാസ് രചിച്ച കേരള ഗാനത്തിന്റെ അവതരണവും ഉണ്ടായി. വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് സെയിന്റ് ആന്റണീസ് LP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടത്തി. വരന്തരപ്പിള്ളി പഞ്ചായത്ത് അംഗം ജോൺ തുലാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ KJ സെബി, സിസ്റ്റർ ലില്ലി ജോസ്, സിസ്റ്റർ കൃപ പോൾ, സിസ്റ്റർ ഡോളി, TL ലിസി, NV തോമസ്, അനു ബൈജു, ടോണി തോമസ് എന്നിവർ സംസാരിച്ചു. അസംഷൻ പ്രീ പ്രൈമറി സ്കൂൾ, സെയിന്റ് മേരീസ് പ്രീ പ്രൈമറി സ്കൂൾ, സെയിന്റ് ആന്റണീസ് LP സ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. തുടർന്ന് കുട്ടികൾക്ക് സമ്മാനങ്ങളും സ്നേഹവിരുന്നും നൽകി.
ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 30 രൂപ കൂടി. ഗ്രാമിന് 7145 രൂപ, പവന് 57,160 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രസിദ്ധമായ ഞെള്ളൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയം വർണ്ണാഭമായി. കൊടകരയിൽ ക്ഷേത്രത്തിൽ ഇലക്ട്രിക്കൽ ജോലിക്കിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. കൊല്ലത്ത് നിന്ന് കാണാതായ യുവതിയെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കണ്ടെത്തി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി വനജ ദിവാകരനെ തെരഞ്ഞെടുത്തു. മോട്ടോർ ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ മോഷ്ടിച്ചെടുത്ത ബൈക്കുമായി കൊരട്ടി പോലീസ് പിടികൂടി. സാഹിത്യകാരൻ ശങ്കരപ്പണിക്കർ തുളസീദാസ് എഴുതിയ മലയാള നോവൽ, കഥ, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന 30 പുസ്തകങ്ങളുടെ പ്രകാശനം തൃശൂരിൽ നടന്നു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സെയിന്റ് ആന്റണീസ് LP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.